ഈജിപ്തിൽ നാളെ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ 20 രാഷ്ട്രതലവന്മാരും പങ്കെടുക്കുമെന്ന് അറിയുന്നു. അതേസമയം ഗസയെ ചൊല്ലി ഹമാസും ഇതര സംഘടനകളും തമ്മിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായി എന്ന് ഗസയിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോൾ PPA ജെയിംസ് ഈ പുതിയ സാഹചര്യം വിലയിരുത്താൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് PPA ജെയിംസ്. ജെയിംസ്, ഒരു 5 ലക്ഷം പട്ടാളക്കാർ തിരിച്ചു വന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങൾ വരുന്നു. മാത്രമല്ല വിവിധ സംഘടനകൾ തമ്മിൽ ഹമാസിനോട് പോരായി. അങ്ങനെ വളരെ സമാധാനം വന്നു നമ്മൾ തീരുമാനിച്ചപ്പോൾ സമാധാന ഭഞ്ജനം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഗസയിൽ സമാധാനം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സമാധാനത്തിലുള്ള വ്യഞ്ജനവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈജിപ്തിൽ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിലേക്കാണ്. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിന് മിഡിൽ ഈസ്റ്റിൽ മധ്യപൂർവ്വ ഏഷ്യയിലൊക്കെ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് എത്തുന്നു. പക്ഷെ അവിടെ അധ്യക്ഷം വഹിക്കുന്നത് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽസിസിയുമാണ്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് 20 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നു. ഏതൊക്കെ രാഷ്ട്രത്തലവന്മാരെന്നുള്ളതിൻ്റെ ലിസ്റ്റ് അവർ പുറപ്പെടുവിക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരുണ്ടാവും ഏതാണ്ട് ഉറപ്പാണ്. ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും പ്രസിഡന്റുമാർ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാലസ്തീന് സ്വതന്ത്ര രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇറ്റലിയുടെ പ്രധാനമന്ത്രി മെലോണി അടക്കമുള്ളവർ പങ്കെടുക്കുമെന്ന് പറയുന്നു. എന്തായാലും ഇതിന് വലിയ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇത് ചെയ്യുന്നത് ഹമാസ് ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. അതിന് ഹമാസ് പറഞ്ഞിരിക്കുന്ന ന്യായം, ഞങ്ങളോട് ഗസ വിട്ടു പോകാൻ പറഞ്ഞത് അസംബന്ധമാണ്, ഞങ്ങൾ വിട്ടുപോകുന്ന പ്രശ്നമില്ല. അപ്പോൾ സമാധാനത്തിൻ്റെ ഈ അനുരഞ്ജനത്തിൻ്റെ കരാറുകൾക്കിടയിൽ ഒരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു. ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുന്ന് വിട്ടുപോകില്ല. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ട്രംപിൻ്റെ 21 പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് അവിടം വിട്ട് പോകണമെന്നാണ്. ഗസ പിന്നിട്ട് പോകണം, പാലസ്തീൻ ടെക്നോക്രാറ്റുകൾക്ക് കൈമാറാമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ആഭ്യന്തര സംഘർഷം കൂടി ഉണ്ടായിരിക്കുന്നു. ഹമാസിൻ്റെ പ്രവർത്തകർ അവിടെയുള്ള മറ്റ് സംഘടനകൾ അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടലുണ്ടാവുന്നു. അവിടെ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്ന് തങ്ങൾ ഉപദ്രവിച്ചവരെ അറ്റാക്ക് ചെയ്യും, അവരെ കീഴ്പ്പെടുത്തുമെന്നുള്ള രീതിയിൽ ഹമാസിൻ്റെ പ്രസ്താവനകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് സമാധാനം എത്തിയെങ്കിലും ഇസ്രായേലിൻ്റെ വെടിയൊച്ച മുഴങ്ങുന്നില്ലെങ്കിലും ഹമാസിൻ്റെ വെടിയൊച്ച പതുക്കെ മുഴങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങൾ ഗസയിൽ ഉണ്ടായിരിക്കാം. എന്തായാലും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ആയിട്ട് പോയവർ, പലായനം ചെയ്തവർ ഗസ സിറ്റിയിലേക്കൊക്കെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ വീടുകളില്ല, മുഴുവൻ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് അവർക്ക് താമസിക്കാനോ കിടന്നുറങ്ങാനോ ഒരു ജോഡി ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതശരീരങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ആ തരത്തിൽ ഗസ ഇപ്പോഴും ശ്മശാന ഭൂമിയായിട്ട് കഴിയുകയാണ്. അതിനിടയിൽ ഇറാൻ്റെ ഇത് വന്നിട്ടുണ്ട്, ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ തങ്ങളില്ല, അവരെ വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ ഗസയിൽ ഇപ്പോഴുണ്ടായ വെടിനിർത്തലിനെ തങ്ങൾ അനുകൂലിക്കുന്നുവെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.